ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഫിഷ് മുളകിട്ടതാണ്. അതിനാദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിൽ ലേശം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ഒന്ന് വലിച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉലുവ ഇടുക. ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് മൂത്ത് വരട്ടെ കേട്ടോ. അതൊരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ടുള്ള അതിനാവശ്യത്തിനുള്ള ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാനത് ശ്രദ്ധ വിട്ടു. എന്നിട്ട് നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് ഒന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ലോണം തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാവുകളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി അത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഒരു സ്പൂണ് മുളക് പൊടി, ഏകദേശം ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. പുളിങ്ങ കുതിർത്തി വെച്ചിട്ട് ആ വെള്ളം കൂടി നന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളക്കോളൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. ഒരു 3-4 അയല ഉണ്ടായിരുന്നു. അയലയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം തലയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അയലയിൽ ഏറ്റവും എനിക്കൊക്കെ ഇഷ്ടമുള്ളത് അതിൻ്റെ തല കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. എന്നിട്ട് പിന്നെ ഏകദേശമൊക്കെ കറക്റ്റായിരുന്നു. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി അവസാനം ഒക്കെ വെന്ത് വന്നതിന് ശേഷം ഓഫ് ചെയ്യണതിൻ്റെ മുന്നേ ഒരു പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഏകദേശം നമ്മൾ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ശീദോശ കേട്ടോ. ശീദോശൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ശീദോശൻ്റെ റെസിപ്പി. അതുകൊണ്ട് ഞാനിത് ചുട്ട് കാണിച്ചിട്ടേ ഉള്ളൂ, ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഫിഷ് കറി ഉണ്ടാക്കി നോക്കുക. എല്ലാവരും അഭിപ്രായം പറയുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കേ.